ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ DCC ഇടപെട്ടും ഒപ്പം തന്നെ MP ഹൈബി ഈഡൻ ഇടപെട്ടുമാണ്. പക്ഷേ അതിൽ ഹിജാബ് ധരിക്കാതെ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് കുട്ടിക്ക് സ്കൂളിലെത്താം എന്നതായിരുന്നു ആ അനുനയ നീക്കത്തിൽ ഒടുവിലെത്തിയ തീരുമാനം എന്നതാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഫാദർ ആന്റണി അറക്കൽ കൂടി ചേരുന്നു. KCBC എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം. ഫാദർ ആന്റണി അറക്കൽ, ഇന്ന് ദീപികയുടെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ അതിരൂക്ഷമായ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ മതശാഠ്യങ്ങൾ കൊണ്ട് ജനാധിപത്യ മതേതര സമൂഹത്തെ പൊറുതിമുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോഴും ഈ ന്യൂനപക്ഷ സ്ഥാപനം അവർക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അവരുടേതും ഒരു ശാഠ്യമല്ലേ എന്ന് പുറമേ നിൽക്കുന്നവർക്ക് തോന്നിപ്പോകില്ലേ? നമസ്കാരം. ഞാൻ പ്രശാന്ത് സാറ് പറഞ്ഞത് വളരെ കേട്ടുകൊടുത്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാളെ ഏത് സ്റ്റാൻഡാണ് എടുക്കണ്ടേ എന്നുള്ളത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഏത് സ്റ്റാൻഡ് എടുക്കണമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അത് വളരെ നന്നായി എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ നമ്മളൊന്നൊരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ വിഷയമേ ആയിരുന്നില്ല. ഒരാൾ തലയിൽ ഹിജാബ് ഇട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്നും പറയുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മലീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചില തൽപര കക്ഷികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സ്പർദ്ധ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ പള്ളുരുത്തി കൊച്ചിയിലുള്ളതാണ് നിങ്ങൾക്കറിയാം. ഈ പള്ളുരുത്തിയുടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കുറഞ്ഞത് 7 സ്കൂളുകളെങ്കിലും ഉണ്ട്. അതിൽ 3 സ്കൂളെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളാണ്. അപ്പോൾ ഇവിടെ വിഷയം അതല്ല. ശരിക്കും പറഞ്ഞു ഹിജാബ് ഇടുന്നതല്ല വിഷയം. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കണമെന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് ആ ഒരു രീതി തന്നെ തിരിച്ച് റെസ്പോൺസ് വരുന്നത്. അല്ലെങ്കിൽ ആർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു 30-40 വർഷത്തിന് മുൻപിലോട്ട് നമ്മൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ കേരളം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരും ആരുടെയും ഒരു ഇതില് എല്ലാവരും സ്വീകരിക്കുന്ന തരത്തിൽ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പൊ എല്ലാവരും സ്വീകരിക്കാനായിട്ട് നമ്മൾ വിഷമത്തിലേക്ക് പോകുമ്പോൾ അറിയുക എവിടെയോ നമുക്ക് പശകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയും കൂടി മാറ്റണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. തീർച്ചയായും സമവായത്തിന്റെ പാതയാണ് അനുയോജ്യം എന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ചില ഭാഗങ്ങളിൽ നിന്ന് വാശി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബോധപൂർവമായ ഇത്തരം തിരികെ കയറ്റലുകൾ ഉണ്ടാകുമ്പോഴാണ് പ്രകോപനം സൃഷ്ടിക്കപ്പെടുന്നതെന്നത്. ഞാൻ